പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ദ റോക്ക് പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് ഈ സ്റ്റോറിയെ സംബന്ധിച്ചും ജോൺ സിനയുടെ ഹീൽ ടേണിനെ സംബന്ധിച്ചുമാണ്. റോക്ക് പറയുന്നത് ജോൺ സിനയുടെ ഹീൽ ടേൺ താനായിട്ട് ചെയ്യിപ്പിച്ചതല്ല, അതിന് താൻ ഒരു ചെറിയ കാരണക്കാരൻ ആണെന്ന് പറയാം. ജോൺസിനെ കുറേ കാലമായി ആഗ്രഹിച്ചതാണ്. അത് എൻ്റെയും കൂടി ഉൾപ്പെടലുള്ള ഒരു സ്റ്റോറിയിലൂടെ കാണാൻ സാധിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ടെന്നാണ്. അതായത് ക്യാരക്ടറിൻ്റെ പുറത്തു നിന്ന് റോക്ക് പറയുന്ന കാര്യങ്ങളാണ്. കൂടാതെ ജോൺസിനയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് റോക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജോൺസിന ആഫ്രിക്കയിലേക്ക് സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകുകയാണെന്നാണ് റോക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ച നടക്കാൻ പോകുന്ന റോ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്നും ജോൺസിന അപ്പിയർ ചെയ്യില്ല എന്നുള്ളതാണ്. ജോൺസിനയുടെ മറ്റൊരു സംശയം പല കൂട്ടുകാർക്കും ബാക്കിയുള്ളത് ജോൺസിനയുടെ ആദ്യ പ്രതികരണം എന്തെങ്കിലും പുറത്തേക്ക് വന്നോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജോൺസിന ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രശസ്ത വീഡിയോ ഗെയിമായ GTA 6 പോസ്റ്ററാണ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓൺലൈനിൽ പല വിധത്തിലുള്ള ഒരു സർപ്രൈസ് മൊമെൻറ്റുകൾ നടന്നതിന് ശേഷമുള്ള ചർച്ചാ വിഷയം GTA 6 വരുന്നതിന് മുൻപ് അത് നടന്നു എന്നുള്ളതാണ്. അതായത് എന്ത് വിഷയമായാലും GTA 6 മുൻപ് നമുക്കത് കാണാൻ സാധിച്ചല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ജോൺസിനയുടെ ഹീൽ ടേൺ എന്ന് പറയുന്നത് GTA 6 മുൻപ് നടന്നിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് GTA 6 എന്ന് പറയുന്ന ഗെയിം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് റോക്സ്റ്റാർ എന്ന് പറയുന്ന കമ്പനി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു മീം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തമാശ രൂപേണ നടക്കാറുണ്ട്. അപ്പോൾ അതാണ് ജോൺസിനെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. GTA 6 മുൻപ് തൻ്റെ ഹീൽ ടേൺ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ജോൺസിനയുടെ ഹീൽ ടേണിനെ സംബന്ധിച്ച് കോഡി റോഡ്സിൻ്റെ ഭാര്യ, കോഡി റോഡ്സിൻ്റെ സഹോദരി തുടങ്ങിയവരൊക്കെ പ്രതികരണങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ജോൺസിനെ തെറി വിളിക്കുന്നതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ജോൺസിനെ സംബന്ധിച്ചുള്ള മറ്റൊരു സംശയം പലർക്കും ഉണ്ടായിരിക്കുക, ജോൺസിനയുടെ പുതിയ തീം സോങ് വരുമ്പോൾ അതുപോലെ തന്നെ റിംഗ് ഗിയറിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. പുതിയ തീം സോങ് വരാനും റിംഗ് ഗിയറിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാനും സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറുമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ജോൺസിനയുടെ നെക്സ്റ്റ് അപ്പിയറൻസിൽ മാത്രമേ അവർ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹീൽ ക്യാരക്ടറിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ജോൺസിന മൊത്തത്തിൽ പുതിയ ക്യാരക്ടറിലേക്ക് പോകുകയാണ്. കോർപ്പറേറ്റ് സീനയായി ജോൺസിന മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഹീലായിട്ടുള്ള പുതിയ സീനയുടെ ഭാഗങ്ങളായിരിക്കും കാണാൻ സാധിക്കുക. രണ്ടാമത്തെ സ്റ്റോറിയിലെ അപ്ഡേറ്റ്, ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അന്ന് റോക്ക് ഒരു സർപ്രൈസ് റിട്ടേൺ നടത്തിയിട്ട് ഒരു സൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോൺസിനയുടെ സിമ്പൽ തിരിച്ചു പിടിച്ചിട്ട് റോക്ക് കാണിച്ചതാണ്. അന്ന് റോക്ക് ജോൺസിനെ തൻ്റെ കൂടെ നിർത്തും എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു ചർച്ച നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. നിങ്ങളിൽ പല കൂട്ടുകാരും ഇതിനോടകം തന്നെ അത് കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. റോക്ക് അന്ന് കാണിച്ചത് ജോൺസിനെ തൻ്റെ കൂടെ നിർത്തുന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് അന്ന് കോഡിക്കോ റോമനോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർക്ക് മാത്രമല്ല, നമ്മൾ സോ കോൾഡ് റെസ്ലിംഗ് ഫാൻസ് അതുപോലെ തന്നെ സോ കോൾഡ് ജേർണലിസ്റ്റുകൾ അവർക്ക് ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത്രയും വളരെ സീക്രട്ടായിട്ടാണ് ഈ ഒരു സ്റ്റോറി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള തലത്തിൽ നിലവിൽ വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ്, റോക്ക് ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇന്ന് കാണിച്ച മറ്റൊരു സൈനുണ്ട്. 3 എന്നുള്ള ആ ഒരു സൈനിന് പകരം 2 എന്നുള്ളൊരു സൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ റോക്ക് ഇനിയും ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു രീതിയിലുള്ള ചർച്ചയും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൽ ആദ്യ ടാർഗറ്റ് കോഡി റോഡ്സ് ആയിരുന്നു. രണ്ടാമത്തേതും മൂന്നാമത്തേതുമായിട്ടുള്ള ടാർഗറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അവിടെയും റോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള വമ്പൻ ഇൻവോൾവ്മെൻറ്റും വമ്പൻ ട്വിസ്റ്റുകളും ടേണുകളും സർപ്രൈസുകളും ഷോക്കിംഗ് മൊമെൻറ്റ്സും ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു സാധ്യതയും അവിടെ റോക്ക് തുറന്നിട്ടുണ്ട് എന്നുള്ളൊരു ചർച്ചയും നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ റോക്കിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റോക്കിൻ്റെ ഫൈനൽ ബോസ് ക്യാരക്ടർ കൊണ്ട് WWE ഇനിയും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇനി ആരൊക്കെയാണ് റോക്ക് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വ്യക്തമായിട്ടില്ല. റോക്ക് എന്തായാലും കിടിലൻ ലോങ് ടേം സ്റ്റോറികൾ WWE വേണ്ടി നിലവിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫൈനൽ ബോസ് എന്ന് പറയുന്ന ക്യാരക്ടർ അതിഗംഭീരമാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് പല കൂട്ടുകാരുടെയും ഒരു സംശയത്തെ സംബന്ധിച്ചാണ്. റോമൻ റീൻസ് തിരികെ വന്നിട്ട് കോഡി റോഡ്സിൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ ജോൺസിനെ ഹീലായിട്ടുണ്ട്, റോക്കും ഹീലാണ്. അപ്പോൾ അവർക്കെതിരെ പോരാടുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിൻ്റെ തിരിച്ചറിവ് മാർച്ച് 22, മാർച്ച് 29 ദിവസങ്ങളിലെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസിൻ്റെ തിരിച്ചറിവ് എന്തായാലും
അദ്ദേഹത്തിന് മറ്റൊരു സ്റ്റോറി ആക്കിയിട്ടാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. കോടിയുമായിട്ടുള്ള സ്റ്റോറിയൊക്കെ റോമൻ്റേതായിട്ട് അവർ നിലവിൽ അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒറ്റയടിക്ക് റോമനെ എന്തായാലും കോടിയുടെ സ്റ്റോറിയിലേക്ക് ഇടാൻ പറ്റില്ല. പക്ഷേ ഭാവിയിൽ ഒരു ടീമായിട്ട് റോക്കും സീനയും മറ്റൊരു ടീമിൽ റോമനും കോടിയും അങ്ങനെ വന്നേക്കാനും സാധ്യതയുണ്ട്. ഒന്നും നടക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതൊരു റസൽമേനിയ മെയിൻ ഇവൻ്റ് തലത്തിലുള്ള ഒരു ടാഗ് ടീം മത്സരമാണ്. എന്തായാലും ഈ റസൽമേനിയയിൽ അങ്ങനെ നടക്കില്ല. അടുത്ത റസൽമേനിയയിൽ അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം ജോൺസൺ അതിന് മുൻപേ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമ്മർ സ്ലാം സർവൈവർ സീരീസ്, ഈ 2 പ്രീമിയം ലൈവ് ഇവൻറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ ഒരു ഡ്രീം ടാഗ് ടീം മത്സരം നടന്നാലും മതി. എന്തായാലും റോമൻ ഒരു തിരിച്ചുവരവ് കോടിയുടെ സ്റ്റോറിയിലേക്കുള്ള പെട്ടെന്നുള്ള ഒരു പ്രവേശനത്തിന് കൊണ്ടുപോകില്ല എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.